കൊല്ലത്ത് ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രികൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് കൊല്ലം ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. ജില്ലയിലെ 2 സർക്കാർ ആശുപത്രികൾക്കും വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് ഇന്ന് ആരോഗ്യവകുപ്പിന് കൈമാറും. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ആരോഗ്യവകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് ആശുപത്രികൾക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ അതേസമയത്ത് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ആശുപത്രികൾക്ക് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട്? ഉണ്ടും പ്രകാരം ഒരു ഡോക്ടർ അവിടെ ചെന്ന് കൊടുത്തപ്പോൾ ഡോക്ടർ പറയുക ഇപ്പം വേദനയുണ്ടാ, അപ്പോൾ ഇനി ഇല്ല, വേദനയില്ലെങ്കിൽ പിന്നെന്തിനാ 3-4 ദിവസം ഇവിടെ കിടക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ആദ്യം കാണിച്ച ആശുപത്രി തന്നെ പോകാൻ പറഞ്ഞ്, നെടുങ്ങോല തന്നെ പോകാൻ പറഞ്ഞ്. കുഞ്ഞിന് വീട്ടിൽ വന്നതിന് ശേഷം പിറ്റേന്ന് വെളുക്ക വയറ്റ് വേദന കൂടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വരാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ അവിടെ വന്ന് അവിടുത്തെ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പം കൊച്ച് മരിച്ചിട്ട് 1 മാസമായി. എൻ്റെ ആങ്ങളെയും അവൻ്റെ മോളെയും വിളിച്ചിട്ട് പറയുന്നു ഒരു മാസമായി കുഞ്ഞ് മരിച്ചിട്ട് വയറ്റ് കിടന്ന്, ഈ തള്ളയുടെ കാര്യം പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കുട്ടിയുടെ മരണത്തിൽ അനാസ്ഥയുണ്ടെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. പ്രതികരണമാണ് കേട്ടത്. വി വിനോദ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. വിനോദ്, ബന്ധുക്കളുടെ ആരോപണം ഇതിനകത്ത് കൃത്യമായിട്ടൊരു വീഴ്ചയുണ്ട് എന്നുള്ളത്, മനുഷ്യാവകാശ കമ്മീഷൻ അതിന് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ സമയത്ത് കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണം ആശുപത്രികൾക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവരുന്നത്. എന്താണ് റിപ്പോർട്ടിനകത്തുള്ളത് വിവരം? അപർണ, കൊല്ലം ജില്ലയിലെ 2 സർക്കാർ ആശുപത്രികൾക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇതെന്ന് ആരോഗ്യമന്ത്രിക്ക് നൽകുന്നുണ്ട്. ആദ്യം പരവൂരിലെ താലൂക്ക് ആശുപത്രിയിലാണ് യുവതി ചികിത്സ നേടിയിരുന്നത്. 8 മാസം ഗർഭിണിയായിരുന്നു. അവിടെ പ്രസവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് വിക്ടോറിയ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. 11-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി യുവതിയും ഭർത്താവും ഇവിടെ എത്തുകയും അഡ്മിറ്റ് ആവുകയും ചെയ്തു. എന്നാൽ രാത്രി 9 മണിയോടുകൂടി ദമ്പതികൾ ഡിസ്ചാർജ് ആവശ്യപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ മൂത്ത കുട്ടിയും യുവതിയുടെ അമ്മയുമുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പോകണം, ബൈസ്റ്റാൻഡറില്ല, കൂട്ടിരിക്കാൻ ആളില്ല എന്ന കാര്യം പറഞ്ഞ് ഇവിടുന്ന് ദമ്പതികൾ മടങ്ങിപ്പോവുകയായിരുന്നു. അത് രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഡോക്ടർമാർ പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞു, അപകടാവസ്ഥയാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഡോക്ടർമാർ ആ തരത്തിലുള്ള രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും യുവതി ഇവിടെ നിന്ന് പോകണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SITയിലേക്ക് റഫർ ചെയ്തു. എന്നാൽ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ദമ്പതികൾ എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേക്കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് 11-ന് നടക്കുന്ന കാര്യമാണ്. പിന്നീട് 15-ാം തീയതിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് യുവതി വീണ്ടും എത്തുന്നത്. ആ ഘട്ടത്തിലാണ് കുട്ടി മരിച്ചതായി കണ്ടെത്തുന്നതും 5 ദിവസമായി ഈ മരണം സംഭവിച്ചു എന്ന് തിരിച്ചറിയുന്നതും. പിന്നീട് കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. അണുബാധ ഏൽക്കാത്തത് കാരണം യുവതി അപകടനില തരണം ചെയ്തു. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഏതായിരുന്നാലും കൊല്ലം ജില്ലയിലെ 2 ആശുപത്രികൾക്കും വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ ആരോഗ്യ വിഭാഗം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്യും. വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു അന്വേഷണം ഇതിനകത്തിന് തുടങ്ങാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും 2 ആശുപത്രികൾക്കും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ ബന്ധുക്കളുടെ പ്രതികരണം എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ഇക്കാര്യത്തിൽ യുവതിയുടെ കുടുംബത്തിന്റെ വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട്. കാരണം യുവതി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ അവർ എത്തിയോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത ഉണ്ടാകേണ്ടത്. അവിടെ നിന്ന് മടക്കി അയച്ചുവെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. അതല്ല, അവർ ആശുപത്രിയിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ അത് ഈ കുടുംബത്തിൻ്റെ ഒരു വീഴ്ച, അല്ലെങ്കിൽ അവർ അത് ഗൗരവമായി കണ്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ കൊല്ലത്തെ 2 ആശുപത്രികൾ, പരവൂർ താലൂക്ക് ആശുപത്രി, അതോടൊപ്പം തന്നെ വിക്ടോറിയ ആശുപത്രിയിൽ 2 ആശുപത്രികളിലും വീഴ്ച ഉണ്ടായിട്ടില്ല. പരവൂരിൽ നിന്ന് റഫർ ചെയ്തത് അവിടെ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വിക്ടോറിയ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ കൃത്യമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ പേരും അവരെ പ്രവേശിപ്പിച്ച രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിനൊപ്പം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 3 മണിക്കൂർ കഴിഞ്ഞ് ദമ്പതികൾ ആശുപത്രി വിടണമെന്ന ആവശ്യം അറിയിക്കുകയായിരുന്നു. കൂട്ടിരിക്കാൻ ആളില്ല,
ഈ ദമ്പതികൾക്ക് മറ്റ് 2 കുട്ടികൾ കൂടിയുണ്ട്. ഇതിൽ മൂത്ത കുഞ്ഞും യുവതിയുടെ അമ്മയും തിരുവനന്തപുരം SIT ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് പോകുന്നു, റെഫർ ചെയ്യണം എന്ന ആവശ്യത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി റെഫർ ലെറ്റർ വാങ്ങി പോകുന്നു എന്ന് തന്നെയാണ് യുവതി കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുള്ളത്. ഈ രേഖ കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. ഏതായിരുന്നാലും കൊല്ലം ജില്ലയിലെ 2 ആശുപത്രികൾക്കും വീഴ്ചയില്ല എന്നൊരു കണ്ടെത്തലിലേക്കാണ് ആരോഗ്യ വകുപ്പ് എത്തിയിട്ടുള്ളത്. അതേസമയം മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് DMOയ്ക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിനോദാണ് കൊല്ലത്ത് നിന്ന് വിവരം നൽകി.